നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ കുറ്റിയാട്ടൂർ ഉരുവച്ചാലിൽ നടന്ന പട്ടാപ്പകൽ കൊലപാതകം നാട്ടുകാരെ മാത്രമല്ല കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. ഭർത്താവ് വിദേശത്തിരിക്കെ വീട്ടിൽ അമ്മയോടും മകളോടുമൊത്ത് താമസിച്ചിരുന്ന 39-കാരിയായ പ്രവീണയെ നേരത്തെ പരിചയമുള്ള സുഹൃത്ത് തന്നെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവം നടന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. കയ്യിൽ പെട്രോൾ കുപ്പിയുമായി വീട്ടിൽ കയറിക്കൂടിയ ജിജേഷ് വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെട്ട് അടുക്കളയിൽ പോയ പ്രവീണയുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം കത്തിയമർന്നു. തീയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർത്തു വിളിച്ച പ്രവീണയുടെ നിലവിളി കേട്ടാണ് വീട്ടിലുണ്ടായിരുന്ന ഭർത്തൃപിതാവും സഹോദരിയുടെ മകളും ഒക്കെ ഓടിയെത്തിയത്. അവർക്ക് മുന്നിൽ തന്നെ പ്രവീണ തീയിൽ കത്തിയമരുകയായിരുന്നു. നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചതോടെ പ്രവീണയെയും ഗുരുതരമായി പൊള്ളലേറ്റ ജിജേഷിനെയും പരിയാറിലെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ 50% പൊള്ളലേറ്റ നിലയിൽ മരണവുമായി പോരാടിയ പ്രവീണ ചികിത്സയിലിരിക്കെ പുലർച്ചെയോടെയാണ് മരിച്ചത്. പ്രവീണയുടെ ഭർത്താവ് അജീഷ് ഏറെക്കാലമായി ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. സ്കൂളിലെ മുൻ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയുടെ പ്രവീണയും ജിജേഷും വീണ്ടും പരിചയത്തിലാവുകയായിരുന്നു. സൗഹൃദവുമായി തുടങ്ങിയ ബന്ധം പിന്നീട് ഏറെ അടുത്തുപോയി. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസമായി പ്രവീണ അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഫോണിൽ വിളിച്ചിട്ടും സംസാരിക്കാത്തത്, നമ്പർ ബ്ലോക്ക് ചെയ്തത് എന്നിവയൊക്കെയാണ് ജിജേഷിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികാരത്തിന്റെ തീയിൽ കത്തിയ അദ്ദേഹം ഇരിക്കൂർ പ്രദേശത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ വാങ്ങി പ്രവീണയുടെ വീട്ടിലെത്തുകയായിരുന്നു. അവളെയും കുടുംബത്തെയും ഇല്ലാതാക്കി പിന്നെ താനും എന്തെങ്കിലും ചെയ്യും എന്ന ആസൂത്രണത്തിലാണ് ഇയാൾ എത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇരുവരുടെയും മൊബൈൽ ഫോൺ രേഖകൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ എന്നിവ പോലീസ് പരിശോധിച്ചു. ജിജേഷ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 100 കണക്കിന് ആളുകളാണ് സംഭവസ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത്. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. പ്രവീണയെ അറിഞ്ഞിരുന്നവർക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു സുഹൃത്ത് തന്നെ ഇത്തരമൊരു ക്രൂരത ചെയ്യുമെന്ന്. ഭർത്താവ് വിദേശത്തിരുന്ന പ്രവീണയുടെ സ്വപ്നങ്ങളും മകളുടെ ഭാവിയും ഒരു നിമിഷം കൊണ്ട് ആ തീ വിഴുങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ സൗഹൃദം ഇങ്ങനെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സൗഹൃദ ബന്ധം, സോഷ്യൽ മീഡിയയിലൂടെ തുടങ്ങുന്ന അടുപ്പങ്ങൾ, ഒടുവിൽ ഒരു ജീവിതം, ഒരു കുടുംബത്തിന്റെ ഭാവി കത്തിച്ചാമ്പലായി. കണ്ണൂരിലെ കുറ്റിയാട്ടൂർ സംഭവം നമുക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒരു തെറ്റായ ബന്ധം, ഒരു നിയന്ത്രിക്കാനാകാത്ത വികാരം മനുഷ്യ ജീവിതത്തെ എത്ര അപകടത്തിലേക്കാണ് നയിക്കുന്നതെന്നാണ് ഈ ഒരു തെളിവായി ഈ കൊലപാതകം നമ്മളെ ചിന്തിപ്പിക്കുന്നത്. കുറ്റിയാട്ടൂർ ഉരുവച്ചാലിൽ ഭദ്രമതിയായ യുവതിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പെരുവളത്ത് പറമ്പ് പട്ടേരി ഹൌസിൽ ജിജേഷ്, കുറ്റിയാട്ടൂരിലെ ഉരുവച്ചാലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന അജേഷിന്റെ ഭാര്യ പ്രവീണയുമായി നേരത്തെ പരിചയം സൗഹൃദത്തിലുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരേ കാലയളവിൽ സ്കൂളിൽ പഠിച്ച പെരുവളത്ത് പറമ്പ് സ്വദേശികളാണിവർ. സോഷ്യൽ മീഡിയയിലൂടെയാണ് വീണ്ടും പരിചയം പുതുക്കുന്നത്. ഏറെക്കാലമായി ഗൾഫിൽ ജോലി ചെയ്ത് വരികയാണ് പ്രവീണയുടെ ഭർത്താവ് അജീഷ്. ഇവർക്ക് ഒരു മകളാണുള്ളത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പ്രവീണയുമായി ഈ കാര്യങ്ങൾ ജിജീഷും സഹകരിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും തമ്മിൽ അടുത്ത പരിചയം പുലർത്തിയിരുന്നുവെന്നാണ് കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് വ്യക്തമാക്കുന്നത്. ഇരുവരുടെയും ഫോണുകൾ വീണ്ടും വ്യക്തമായി പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഇരിക്കൂർ മേഖലയിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഈ ജിജീഷ്. താനുമായുള്ള സൗഹൃദത്തിൽ നിന്നും പ്രവീണ ഒഴിഞ്ഞു മാറിയതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതും നമ്പർ ബ്ലോക്ക് ചെയ്തതും വൈരാഗ്യത്തിനിടയാക്കി. പ്രവീണയെ അപായപ്പെടുത്താൻ ഇരിക്കൂറിലെ പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിലാണ് ഈ പെട്രോളുമായി ഇയാൾ പ്രവീണയും ഭർത്തൃ കുടുംബവും താമസിക്കുന്ന വീട്ടിൽ കൊലപാതകം നടത്തുവാനായി എത്തിയത്. ആസൂത്രിതമായി പ്രവീണയെ കൊന്ന് സ്വയം മരിക്കുകയായിരുന്നു ലക്ഷ്യം. 50% പൊള്ളലേറ്റ ഇയാൾ അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രവീണയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് സംസ്കാര ചടങ്ങുകൾക്കായി വിട്ടുകൊടുക്കും. ജിജീഷിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ ഇയാൾ പെട്രോൾ കുപ്പിയുമായി വീട്ടിലേക്ക് കയറി വന്ന ജിജീഷ് വെള്ളം കുടിക്കുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ സമയം അടുക്കളയിലേക്ക് പോയ പ്രവീണയുടെ ദേഹത്തേക്ക് ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പ്രവീണയുടെ നിലവിളി കേട്ടാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നവരൊക്കെ ഓടിക്കൂടിയെത്തിയത്. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഓടി കമിഴ്ന്ന് കിടക്കുകയായിരുന്ന ജിജീഷിനെയും ഇരിക്കുകയായിരുന്ന പ്രവീണിനെയും പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ചികിത്സയിലിരിക്കെയായിരുന്നു പ്രവീണയുടെ മരണം.